കുവൈത്ത് PCCയുമായി ബന്ധപ്പെട്ട് ചെറിയൊരു ഇൻഫർമേഷനുമായിട്ടാണ് ഇന്ന് നിങ്ങൾ മുമ്പിലോട്ട് വന്നിട്ടുള്ളത്. ആവശ്യമുണ്ട് ആൾക്കാർ കാണുക, അല്ലാത്ത ആൾക്കാർ സ്കിപ്പ് ചെയ്ത് പോകുക. നിലവിൽ കുവൈത്തിൽ ഉള്ള ആൾക്കാർക്ക്, അതായത് വാലിഡിറ്റിയുള്ള റെസിഡൻസിയും സഹേൽ ആപ്പ് ഉണ്ടെങ്കിൽ അവരവരുടെ സഹേൽ ആപ്പ് വഴി നമുക്ക് PCCക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്ലൈ ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ അത് പാസ്സായി കിട്ടും. അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് നേരെ ഫോറിൻ ഓഫീസിൽ കൊണ്ടുപോയി 5 ദിനാറിൻ്റെ സ്റ്റാമ്പും അവിടുന്ന് ഒരു സീലും ഒരു സൈനും കിട്ടിയെങ്കിൽ 6 മാസം വാലിഡിറ്റി ഉള്ള PCC ആയി. നമുക്ക് കേസോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് കിട്ടത്തില്ല. അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടുന്ന് നാട്ടിലേക്ക് പോയ ആൾക്കാരുണ്ട്. അതിൽ ഒരുപാട് ആൾക്കാർ 20-ാം നമ്പർ വിസയിലുണ്ട് ആൾക്കാർ, അവരിവിടുന്ന് ക്യാൻസൽ ചെയ്യാതെ പോയി തിരിച്ചു വരാത്ത ആൾക്കാരുണ്ട്. അവരുടെ വിസ ക്യാൻസൽ ആയിട്ടില്ല. അപ്പോൾ അവർക്കൊക്കെ യൂറോപ്പ്, UK അങ്ങനെയൊക്കെയുള്ള അവസരങ്ങൾ വരുമ്പോൾ നമ്മൾ ആദ്യം ജോലി ചെയ്ത രാജ്യത്തിൻ്റെ PCC നിർബന്ധമാണ്. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ച് 20-ാം നമ്പർ വിസക്കാർക്ക് നിങ്ങൾക്ക് വിസ ക്യാൻസൽ ചെയ്തിട്ടില്ലെങ്കിൽ നാട്ടിൽ നിന്ന് കുവൈത്ത് എംബസിയിൽ നമ്മൾ PCCക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞെങ്കിൽ കിട്ടത്തില്ല. അതായത് വിസ ക്യാൻസലായിട്ട് വേണം. അപ്പോൾ ഇവിടുന്ന് പോകുന്ന ആൾക്കാർ ഒന്നെങ്കിൽ ഇവിടുന്ന് PCC എടുത്ത് പോകുക. ഇനി ഇവിടുന്ന് PCC എടുത്തിട്ട് നമ്മൾ ഫോറിൻ ഓഫീസിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല. ആ PCC കയ്യിലുണ്ടെങ്കിൽ നാട്ടിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് രജിസ്റ്റർ ചെയ്തിട്ട് എടുക്കാം കുവൈത്ത് എംബസിയിൽ നിന്ന്. അപ്പോൾ ഇവിടുന്ന് പോകുമ്പോൾ നിർബന്ധമായിട്ട് നിങ്ങൾ വിസ ക്യാൻസൽ ചെയ്തിട്ട് പോകണം. അപ്പോൾ ഇപ്പോൾ ഇവിടുന്ന് ക്യാൻസൽ ചെയ്യാതൊക്കെ പോയ ആൾക്കാർ നാട്ടിലിപ്പോൾ ഏജൻസിക്കൊക്കെ കൊടുത്തിട്ട് PCC കൊടുത്തു കഴിഞ്ഞെങ്കിൽ നമ്മളത് കൊടുക്കുമ്പോൾ അതിൻ്റെ പേയ്മെൻറ്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. അത് റിജക്റ്റ് ആകുന്നത് ലാസ്റ്റാണ്. അപ്പോൾ നമ്മൾ ആദ്യം കൊടുത്ത പേയ്മെൻറ്റോ കാര്യങ്ങളൊന്നും അവിടുന്ന് തിരിച്ചു കിട്ടത്തില്ല. ഇത് ഒരുപാട് കംപ്ലയിൻറ്റ് ഇപ്പോൾ വരുന്നുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. അതായത് നിങ്ങളിപ്പോൾ ഏതെങ്കിലും ഏജൻസിക്ക് PCC കൊടുക്കുമ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ കറക്റ്റ് പറയണം. വിസ ക്യാൻസലാക്കിയിട്ടില്ല, ക്യാൻസലാക്കാതെ വന്നതാണ്, PCC കിട്ടുമെന്നൊക്കെ അത് ചോദിക്കണം. അല്ലെങ്കിൽ പൈസയും കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞെങ്കിൽ അപ്പോൾ അവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞെങ്കിൽ ലാസ്റ്റ് ആയിരിക്കും റിജക്റ്റ് ആകുന്നത്, പൈസയും കിട്ടില്ല, ഒന്നും കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങൾ മാക്സിമം ഒന്നെങ്കിൽ ഇവിടുന്ന് പോകുമ്പോൾ എടുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ വിസ ക്യാൻസൽ ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നാട്ടിൽ നമുക്ക് എപ്പോൾ ആണെങ്കിലും നമുക്ക് അപ്ലൈ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഈ ഒരു ഇൻഫർമേഷൻ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു.